75 സങ്കീർത്തനം എടുക്കാം. Psalm 75. ആമേൻ. 6-7 വാക്യങ്ങൾ പഠിക്കാം. 6 and 7. അവിടെ സങ്കീർത്തനക്കാരൻ എന്താണ് വെളിപ്പെടുത്തുന്നത്? Psalmist is revealing something. വളരെ ശ്രദ്ധയേറിയ ഒരു ദൂത് അവിടെ ഉണ്ട്. It's a beautiful word there. നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. Let's read that. ഹല്ലേലൂയ. കിഴക്കുനിന്നല്ല പടിഞ്ഞാറുനിന്നല്ല തെക്കുനിന്നുമല്ല ഉയർച്ച വരുന്നത്. കിഴക്കുനിന്നല്ല പടിഞ്ഞാറുനിന്നല്ല പടിഞ്ഞാറുനിന്നല്ല തെക്കുനിന്നുമല്ല ഉയർച്ച വരുന്നത്. തെക്കുനിന്നുമല്ല ഉയർച്ച വരുന്നത്. No one from the east or the west or from the desert can exalt themselves. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. Let's listen to it one more എവിടുന്നാണ് time. ഉയർച്ച വരുന്നതെന്നാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. Where does blessing come from? കിഴക്കുനിന്നല്ല, not from the east, പടിഞ്ഞാറുനിന്നല്ല, nor from the west, തെക്കുനിന്നല്ല, nor from the desert. ഉയർച്ച വരുന്നത്. Exaltation comes. എന്താ ഈ വാക്യത്തിന്റെ അർത്ഥം? What does it mean? നീ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന്, from a place you don't expect, ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത ഇടത്തു നിന്ന്, a place you have unheard of, നിന്നെ ഉയർത്താൻ കഴിയുന്ന ഒരു കരം വെളിപ്പെടുക. a hand will be revealed to exalt you. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പ്രവചിച്ചു പറയാം, prophesying to you. നീ താണു പോകുന്നത് കണ്ട് കൈയടിക്കുന്നവരുണ്ട്. People are applauding when you're going down. നീ പേടിക്കരുത്. Don't be afraid. അവരുടെ മുമ്പിൽ നിന്നെ ഉയർത്താൻ ദൈവത്തിന് പ്ലാൻ ഉണ്ട്. God can honor you in front of them. വചനത്തിലേക്ക് നമുക്ക് വരാം. We're going deeper into the word. വാക്യം ശ്രദ്ധിച്ചാട്ടെ. Listen to the word. കിഴക്കുനിന്നല്ല, not from the east, പടിഞ്ഞാറുനിന്നല്ല, not from the west, തെക്കുനിന്നല്ല, not from the south, ഉയർച്ച വരുന്നത്. exaltation comes. ദൈവം ന്യായാധിപതിയാകും. God is the one who judges. അവൻ ഒരുത്തനെ താഴ്ത്തുകയും He brings one down, മറ്റൊരുത്തനെ ഉയർത്തുകയും he ചെയ്യും. exalts another. അപ്പൊ അതെല്ലാം ചെയ്യുന്നത് ആരാണ്? Who does all this? ആരാണ്? Who? ഉറക്കെ പറഞ്ഞേ. ദൈവമാണ്. Shout it out. It's ഒരുവനെ God. താഴ്ത്തുകയും He brings down one ഒരുവനെ ഉയർത്തുകയും and exalts another. ദൈവം നിന്നെ താഴ്ത്തിയാൽ, If God has brought you down, അത് നിന്റെ തകർച്ചയല്ല, it is not to destroy അതൊരു you. വലിയ ഉയർച്ചയുടെ തുടക്കമാണ്. It is the beginning of a new honor. ആരോടോ ഹോളി സ്പിരിറ്റ് പറയുന്നു, Holy Spirit is speaking to നിനക്ക് you. ചിലത് സംഭവിച്ചവൻ ദൈവം സൈലന്റ് ആയത് നിന്നെ മറന്നതല്ല. God has not forgotten you because he was silent on you. നിന്നെ തകർത്ത് കളഞ്ഞവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഉയർത്താൻ ആഗ്രഹമുണ്ട്. Those who wanted to destroy you, in front of them God will honor you. എന്തോ ദൈവാത്മാവ് എന്നോട് പറയുന്നു, God's Spirit is ministering. ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. God is the one who judges. ഒരുത്തനെ താഴ്ത്തുന്നു, He brings down one, മറ്റൊരുത്തനെ ഉയർത്തുന്നു. he exalts another. എന്നോട് ദൈവാത്മാവ് പറയുന്നു, Spirit of the Lord is saying, നിന്നെ ഉയർത്താനുള്ള സമയമായി. it's time for an honor. ദൈവം നിന്നെ ഉയർത്താൻ സമയമായി. It's time for God to honor you. നീ ഏത് ഫീൽഡിൽ നിൽക്കുന്നോ, No matter which field you നീ are, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നോ, what job you have, അവിടെ നിനക്ക് ഉയർച്ച കൽപ്പിക്കുക. there is an honor coming from God. എത്ര പേർ അതിന് ആമീൻ പറയും? How many of you say amen? പത്രോസിനോട് ചോദിച്ചാൽ, If you ask Peter, പത്രോസ് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. there is something Peter is revealing, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്താൻ, so that he will lift you up at the right ആ time. ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. Humble yourself under the mighty hand of അതെന്താ God. പത്രോസേ അങ്ങനെ പറയാൻ കാരണം? Why are you saying that, Peter? ഞാൻ പറയാം, അതെന്റെ അനുഭവമാണ്, That's my experience. അതെന്റെ കാര്യം. Why? ആ പത്രോസ് വെളിപ്പെടുത്തുക, Peter would say, അവൻ തക്ക സമയത്ത് ഉയർത്തുവാൻ at the right time he will exalt. ദൈവത്തിനൊരു സമയമുണ്ട്. God has a ഞാൻ time. പ്രവചിച്ചു പറയുന്നു, I am prophesying. ആ നിന്റെ സമയം അടുത്തിരിക്കുന്നു. Your time has come. ആ നിന്റെ സമയം അടുത്തിരിക്കുന്നു. Your time has come. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? How many of you believe? അടുത്തിരിക്കുന്നവരെ തൊട്ടേച്ച് പറയാം, നിന്റെ സമയം അടുത്തിരിക്കുന്നു. Your time has come. ഓ ഹല്ലേലൂയ. Praise the Lord. അമ്മി ഒരു വെളിപ്പാടൂടെ ഞാൻ പറയാം. I have a revelation here. നീ അമ്മി പിശാചിന്റെ പ്രവൃത്തിയോട് അടുക്കുവല്ല, You are not nearing to devil's work. ദൈവത്തിന്റെ പദ്ധതിയോട് അടുക്കുക. You are going near the plan of ഈ God. ദിവസങ്ങളിൽ നിന്നെ ഉയർത്താൻ ദൈവം പ്ലാൻ ഇടുക. God is planning to exalt you. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? How many of you believe that? പത്രോസ് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാര്യം എന്നാ? You know why Peter was so sure? ഒരിക്കൽ അവൻ ആ ഉയർത്തുന്ന കര അനുഭവിച്ചവനാ. He experienced the lifting hand of God. കർത്താവ് ഒരു ദിവസം One day Jesus, വലിയ അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. he was performing a lot of wonders. അപ്പം കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ചു. He took the bread in his hand. 5000 പേരുടെ അമ്മി വയറും 12 കൊട്ടയും നിറച്ചു. 5,000 were fed and 12 baskets were left. ഇരുന്നവനും ഞെട്ടി, കഴിച്ചവനും ഞെട്ടി, Those who watched and those who ate were all shocked. കണ്ടവനും ഞെട്ടി. Those who were observing also were shocked. കർത്താവിന്റെ അടുക്ക വന്ന കൂട്ട ഞെട്ടല. If you come to Jesus, you will be shocked. നമ്മുടെയൊക്കെ കാലത്ത് നമ്മളിപ്പോ പോകുമ്പോൾ റോഡ് സൈഡിലൊക്കെ ഐസ്ക്രീമിന്റെ, ജോയി ഐസ്ക്രീമിന്റെ കപ്പൊക്കെയാണ് കിടക്കുന്നത്. There are some cups that are on the streets when we walk around. ഈ കർത്താവിന്റെ കാലത്ത് വഴി കിടക്കുന്ന റീത്തും ശവപ്പെട്ടിയൊക്കെയാ. During the time of Jesus, coffins were on the streets. ഒരു ശവപ്പെട്ടി കിടക്കുന്നതാണ് ആൾക്കാർ പറയാം, എന്നാൽ യേശു ഇതിലെങ്ങാണ്ട് വന്നായിരുന്നു. If a coffin is lying on the street, people will say Jesus passed by. അതാണ് യേശുവിന്റെ ശുശ്രൂഷ. That was the ministry of നിങ്ങൾ Jesus. ശ്രദ്ധിച്ച് കേൾക്കണം. Listen to me. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പത്രോസ് എന്ന് പറയാൻ കാര്യം എന്നാ? Why is Peter saying this? കർത്താവ് പത്രോസിനോട് പറഞ്ഞു, Lord told ശിഷ്യന്മാരോട് പറഞ്ഞു, Peter, നിങ്ങൾ വടക യാത്ര ചെയ്യാൻ പറഞ്ഞു. you take the boat and go to the other side. വലിയ കാറ്റടിച്ചു. Big storm came. ഒന്നാം യാമം,
First watch of the രണ്ടാം night. യാമം. Second watch. മൂന്നാം യാമം Third watch. ദൈവം സൈലന്റ് ആയിരുന്നു. Jesus was silent. പക്ഷെ നാലാം യാമം But the fourth watch, ദൈവം പ്രവർത്തിക്കുന്ന യാമമാണ്. Jesus would work. ഞാൻ ഒരു വെളിപ്പാട് പറയാം. I have a revelation ഈ here. 5-ാം മാസം In this 5th നിന്റെ month, ജീവിതത്തിന്റെ 4-ാം യാമമാണ്. this is the 4th watch of your നീ life. അനുഭവിച്ച പ്രതിസന്ധിക്കകത്തേക്ക് All the crisis you had, ദൈവം ഇറങ്ങുന്ന the യാമമാണ്. Lord is coming to you. ഓ മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുക. If you comprehend it, praise the Lord. എന്തോ എനിക്ക് ഇന്ന് പ്രസംഗം വചനം പറയുമ്പോൾ While I am preaching today, എന്നോട് ഹോളി സ്പിരിറ്റ് the പറയുന്നു, Holy Spirit is saying, ഇനിയും ദൈവം നോക്കിയിരിക്കത്തില്ല. the Lord will not wait. നിന്റെ തകർച്ച നോക്കി നിൽക്കത്തില്ല. You are being destroyed, but നിന്റെ God is not going to watch. പ്രശ്നത്തിനകത്തേക്ക് യേശു ഇറങ്ങുന്നു. Jesus is coming into your problem. നിനക്ക് പ്രത്യാശിക്കാൻ വകയുണ്ട്. You have hope. നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. You can rejoice. നിനക്ക് തുള്ളിച്ചാടാൻ വകയുണ്ട്. You can dance. നിന്റെ പ്രശ്നങ്ങളിലേക്ക് യേശു ഇറങ്ങി വരുന്നു. Jesus is coming into your problems. നീ കുറച്ച് നാൾ കൊണ്ട് പ്രാർത്ഥിക്കുവല്ലേ? You've been praying for many years. അങ്ങ് ഇറങ്ങി വരുമോ? When will you come, Lord? നിശ്ചയം ഇറങ്ങി വരും. Certainly He will come. നിശ്ചയം ഇറങ്ങി വരും. Certainly He will come. എന്തിനാ വരുന്നതെന്ന് അറിയാമോ? Why is He coming? തിരമാലകളെ ശാസിക്കാനല്ല. Not to rebuke the waves. കാറ്റിനെ ശാസിക്കാനല്ല. Not to rebuke the storm. എന്തിനാ വരുന്നതെന്ന് അറിയാമോ? You know why? ഒരാളെ നോക്കിയാ വരുന്നത്. He is looking at one person. അവന്റെ പേരാ പത്രോസ്. His name is ആ Peter. വരവിന്റെ ലക്ഷ്യം The reason He is coming, 12 പേരെ വിടുവിക്കാനല്ല. not for 12, ഒരേ ഒരാ. just one. അത് നീയാണ്. It is you. അത് നീ It മാത്രമാണ്. is you അത് alone. നീ മാത്രമാണ്. It is for you.